എന്നൊന്നും പറയാൻ പറ്റില്ല മോളെ, എപ്പോഴാണ് എൻ്റെ മൈൻഡ് മാറാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് മുസ്ലിം മതം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചുമ്മാ വെളുപ്പിക്കാതെ ചേച്ചി, എനിക്കെതിനാടാ വെളുപ്പിക്കേണ്ട ആവശ്യം? എല്ലാ മതത്തിലും ഉണ്ടടാ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ. പാഞ്ചാലി 5 കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിൽ നമ്മുടെ അർജുനൻ്റെ നേരെ എതിരാളിയായിട്ട് വരുന്നത് ഭീഷ്മരാണ്. ഭീഷ്മർ എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിൽ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനെ വധിക്കാനാവാതെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ അർജുനന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അതൊക്കെ നീ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഓരോന്നിനും ഓരോതിൻ്റേതായിട്ടുള്ള ശരിയും തെറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ നല്ലതിനെ ഉൾക്കൊള്ളുക, നമുക്ക് പറ്റാത്തതിനെ നമ്മൾ ദൂരേക്ക് എറിയാം. ഓക്കെ, അത്ര തന്നെ. സോഷ്യൽ മീഡിയ അത് ഞാൻ വായിച്ചല്ലോടാ, നീ അതൊന്ന് വിട്ടുപിടിയടാ. ഞാൻ ഇവനെ ഒന്ന് അങ്ങ് ഹൈഡ് ചെയ്ത് വയ്ക്കട്ടെ, അല്ല ടൈം ഔട്ട് കൊടുക്കാമല്ലേ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയത്. പോടാ, ഇനിയും ഒന്നങ്ങ് ഹൈഡ് ചെയ്യാം. ഒരേ കമൻറ്റിന് എനിക്ക് കണ്ണിൽ കാണുമ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കടാ കമൻറ്റൊക്കെ. എന്തിനാ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? ഓഹോ ആണോ? ആദ്യം നീ താഴ്ത്തു നിൻ്റെ മൂടുപട. എനിക്ക് സൗകര്യമില്ലടാ, സൗകര്യമില്ലേ? സമ്മതമാ. നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് സംഖ്യകൾ അത് ഇഷ്ടപ്പെടുന്നില്ല, മറുപടി കൊടുക്കാതെ മുന്നോട്ട് പോവുക. താത്ത ഇതൊക്കെ ഹറാമാണ്, പോയി അസർ നിസ്കരിച്ചൂടി. ഞാൻ മുന്താസ് ഇത്ത തവന്നൂർ. എവിടെ? അവിടെ ഗീത ഡോക്ടർ അറിയുമോ ഇത്ത? ഗീത ഡോക്ടറോ? അറിയില്ലടാ. അവിടെ കുറ്റിപ്പുറം തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലില്ലേ, ഞങ്ങൾ അവിടേക്കാണ് പോവൽ കൂടുതലും. ഓക്കെ, ഞങ്ങൾ തവനൂർ നമ്മുടെ ജയിലറിയോ? ജയില് താത്ത സുഖമാണ്, ഒരു ഹായ് തരുമോ? പിന്നെന്താ, ചീത്ത ഒഴിവാക്കുക. എല്ലാവർക്കും തെറി ഇഷ്ടപ്പെടത്തില്ല, കാരണം നല്ലത് കേൾക്കാനും ഞങ്ങളെ പോലുള്ളവർ ഇരിക്കുകയാണ്. നീയോ നല്ലത് കേൾക്കാനോ? ഹിജാബ് എന്തിനാ? ചുമ്മാ വെറുതെ. എന്തൊക്കെ ഇതാ സുഖമാണോ? സാധിക്ക് കിച്ചു. പിന്നെന്താ സുഖം? നല്ല ലുക്ക്, കണ്ണട വയ്ക്കൂ. പാടില്ലടാ ഹംസം. കണ്ണട നമുക്ക് ദൈവം തന്നതിലൂടെ മാത്രം നമ്മൾ നോക്കുക, എക്സ്ട്രാ ഒന്നും വെക്കാൻ പാടില്ല. ഓക്കെ, നീ എന്തുവാടത്? എന്തിനാ താത്ത വെറുതെ ഹിജാബിൻ്റെ വില കളയുന്നത്? ഞാൻ വാങ്ങിച്ച വിലയില്ലേ, 60 രൂപ. അങ്ങ് പോട്ടെ കേട്ടോ. 1 നൈറ്റ് എത്രയാവും? നിൻ്റെ അമ്മയ്ക്ക് എത്ര റേറ്റ്? നിൻ്റെ അമ്മ 1 നൈറ്റ് പോകുന്നതിന് നിൻ്റെ അമ്മയ്ക്ക് എത്രയാണ് റേറ്റ്? ഹായ് പറയാമോ? ഞാൻ കുറേ ഡേയ്സായി. താത്താൻ്റെ നെയിം എന്താ? ഫാത്തിമ. ചോദിക്കാൻ നിൽക്കുന്നത്, പ്ലീസ് താത്ത നെയിം പറയൂ. ഫാത്തിമ. നിൻ്റെ ഡാഷ് നിൻ്റെ പോടാ. കടലോര വൈബ്. അഹങ്കാരം കുറച്ച് കൂടുതലാണ് കത്തീച്ച്. നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, അഹങ്കാരമായി തോന്നും, അഹമ്മദിയായി തോന്നും, നിനക്കങ്ങനെ പലതും തോന്നും. നോ പ്രോബ്ലം. ഓക്കെ, കാശുള്ളവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ ഖദീജ, നീ ഇത് കാണുന്നുണ്ടോ? ഒരു യൂട്യൂബർ ഇതാ കല്യാണം ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞതാണ്. എന്നിട്ടും അവർക്കൊരാഗ്രഹം യൂട്യൂബിൽ വന്ന് ഫേമസ് ആയ ആളുകളാണ്. വീണ എന്നാണ് ആ യൂട്യൂബറുടെ. അവർ അമ്മയും മരുമകളൊക്കെ തമ്മിൽ, മരുമകളും അമ്മായിമൊക്കെ തമ്മിലുള്ള ഇതൊക്കെ കാണിക്കുന്ന ആളുകളാണ്. അവർക്കതാ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്നിട്ട് 2ാമതും കല്യാണം കഴിക്കണമെന്ന്. ഒരു കല്യാണത്തിൻ്റെ ചിലവിനെ താങ്ങാൻ വയ്യാതെ ഓരോരുത്തരും കിടന്ന് അത്രയും ഇതായിട്ടാണ് ഓരോ കല്യാണം തന്നെ കഴിക്കണല്ലേ. ഹായ് താത്ത, കട്ടൻ ചായ കുടിച്ചോ? കട്ടൻ ചായ കുടിച്ചില്ലടാ, ഇന്ന് ചോറ് തന്നെ കഴിച്ചിട്ടില്ലടാ. ഓക്കെ, ഇന്ന് ഞാൻ ചോറ് തന്നെ കഴിച്ചിട്ടില്ല. എന്നിട്ടില്ലേ നിൻ്റെ ചണ്ടി കാണിക്കവേ? ചണ്ടി ഇപ്പോൾ ഇവിടെ ഇല്ല, എന്താ താൽക്കാലം കൂട്ടുന്ന സൗസർ കാണിക്കാം. എന്നാ ചണ്ടി ഒന്നും തീരുമാനമായിട്ടില്ല. എത്ര മക്കളുണ്ട്? 3 മക്കൾ. ലൈവിൽ കുറേ തെണ്ടുകൾ തെറി കേൾക്കാൻ തന്നെ വരുന്നുണ്ട്, വയറ് നിറച്ച് കൊടുക്കും. എൻ്റെ താത്ത
മാണിയെ നിങ്ങൾ വർത്തമാനം കുട്ടികൾക്ക് സുഖമല്ലേ? എൻ്റെ താത്ത മുത്തുമണി എന്നാണ് ഉദ്ദേശിച്ചത്. ഹസ്ബൻഡ് പണിയൊക്കെ ഇല്ലേ? എന്താ പണി നടക്കുന്നത്? എങ്ക പിന്നെ കോഴി കട്ടൻ ചായ ഇഷ്ടമല്ലേ? പിന്നെന്താ ഇഷ്ടം? താത്ത കോട്ടയത്തിനകത്ത് ഉറക്കമല്ലേ? വെറും പണി മാത്രമേ ഉള്ളൂ. എല്ലാ മോഡലും പോയി എടുക്കണമെന്ന് പണിയൊക്കെ ഉണ്ടെങ്കിൽ. എടാ നീ കറക്റ്റായിട്ട് എഴുതിയിടടാ. നീ അവിടെയല്ലാതെ ഇവിടെ അല്ലാതെ കമൻറ്റ് ഇട്ടാൽ ഞാൻ എങ്ങനെയാടാ നിനക്ക് മറുപടി തരിക? കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പോലും എനിക്കിതിൽ മനസ്സിലാവുന്നില്ല. നിനക്ക് നല്ല രീതിയിൽ മറുപടി വേണമെങ്കിൽ നീ വിശദമായിട്ട് അങ്ങ് ടൈപ്പ് ചെയ്തെടുക്കും. എന്തുവാടാ അത്? എന്തുവാടാ? നീ ശരിക്കും ചേച്ചിയാണോ താത്തയാണോ? അന്വേസ് വേൾഡ്. നിനക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ കാണാം. താത്തയായിട്ട് കാണണമെങ്കിൽ താത്തയായിട്ട് കാണാം, ചേച്ചിയായിട്ട് കാണണമെങ്കിൽ ചേച്ചിയായിട്ട് കാണാം, അനിയത്തിയായിട്ട് കാണണമെങ്കിൽ അനിയത്തിയായിട്ട് കാണാം. വേണ്ട. ലത കാക്ക എങ്ങനെ പണിയൊക്കെ നല്ല താല്പര്യം ആണ്. ലത അതും ആരാ? ലത ലത കാക്ക അതും ആരാണ്? ലത മുഹമ്മദ് അമീൻ. അമ്മയുണ്ടോടാ? അമ്മ എൻ്റെ അമ്മയുടെ പോയി തൽക്കാലം മൂഞ്ചടാ. മോഹം വെച്ചിട്ട് പോയി യൂട്യൂബിൽ നിന്നെ മാത്രം ആണല്ലോ കാണുന്നത്. നാണമില്ലേ? നിലപാടില്ലാത്തവൾ.